നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആറാട്ടുപുഴ ഞെരുവിശ്ശേരിയിൽ വാഹനാപകടം, 4 പേർക്ക് പരിക്ക്. എട്ടുമന ഗ്രാമീണ വായനശാല വനിതാവേദി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം വാർഡംഗം ജയപ്രതാപൻ നിർവഹിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം വള്ളിശ്ശേരി ശാഖ അയ്യപ്പ ഭക്തർക്കായി സമഗ്ര ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ ജയറാം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഡെവലപ്മെന്റ് കമ്മീഷണർ ഹാൻഡിക്രാഫ്റ്റിന്റെ സഹകരണത്തോടെ വനിതകൾക്ക് കരകൗശല വസ്തു നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു. ചേർപ്പ് വുഡൻ ടോയ്സിൽ 50 സ്ത്രീകളാണ് പരിശീലനം നേടിയത്. വിശദമായ വാർത്തകളിലേക്ക്. ആറാട്ടുപുഴ ഞെരുവിശ്ശേരിയിൽ വാഹനാപകടം, 4 പേർക്ക് പരിക്ക്. ഓട്ടോയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഉണ്ണികൃഷ്ണൻ, നന്ദന, സരോജിനി, സുമി എന്നിവർക്കാണ് പരിക്ക്. ഇവരെ ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എട്ടുമന ഗ്രാമീണ വായനശാല വനിതാവേദി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. വിഷുവിന് വിഷരഹിത പച്ചക്കറിയുടെ ഭാഗമായാണ് തൈകൾ വിതരണം ചെയ്തത്. വാർഡംഗം ജയപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പച്ചമുളകാരുണ്ടാക്കിയിട്ട് നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പൊ അങ്ങനെ എല്ലാവരിലേക്കും ഈ ഒരു കൃഷി എത്തിക്കുന്നതിൽ വായനശാല എല്ലാ വർഷം മുന്നോടി എല്ലാ പ്രാവശ്യമായിട്ട് കൂടുതൽ ആളുകളിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. എല്ലാവിധ അഭിനന്ദനങ്ങളും വായനശാലയ്ക്ക് നൽകുന്നതോടൊപ്പം പഞ്ചായത്ത് അംഗം അനിത അനിലൻ അധ്യക്ഷത വഹിച്ചു. ഈ അറിയിപ്പുകൾ അതിൽ കൊടുത്തപ്പോൾ എല്ലാവരിലേക്കും നമ്മുടെ വായനശാലയിലെ ഓരോ കാര്യങ്ങളെ പറ്റിയുള്ള അറിവുകളും ഓരോ വീടുകളിലേക്ക് എത്തണം. അതാണ് നമ്മുടെ ഈ ഒരു പദ്ധതിയുടെ നമ്മുടെ ഒരു വിജയം. ഇന്ന് അതാണ്. ഇത്രയധികം ആൾക്കാരൊന്നും നമുക്ക് ഇതുവരെ വരാറില്ല. പക്ഷെ ഈ ഒരു സദസ്സ് നമുക്ക് വളരെയധികം സന്തോഷം. നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രചോദനമാണ് നമ്മുടെ വായനശാല നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. അത് നമ്മൾ വളരെയധികം പ്രയോജനപ്പെടുത്തണം. പക്ഷെ നമുക്ക് ഒരു കുഴപ്പം ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളപ്പൊക്കമാണ് നമ്മളെ വളരെയധികം ബാധിക്കുന്നത്. ചെടികളൊക്കെ ഉണ്ടായി വന്ന് കായായി വരുമ്പോൾ നമുക്ക് വെള്ളം വരിക പോവുക. അതാണ് നമ്മുടെ ഈ പ്രദേശത്തിന്റെ അവസ്ഥ. പക്ഷെ എല്ലാവരും ചട്ടികളിലും വെള്ളം വരാതെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വളരെയധികം നല്ല രീതിയിൽ നടത്തണമെങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സൈറ ദാസ് ലത്തീഫ്, വായനശാല പ്രസിഡന്റ് KS മനോജ്, സെക്രട്ടറി അനിൽ പൂക്കാട്ടിൽ, ജോയിന്റ് സെക്രട്ടറി ദിലീഷ് എട്ടുമന തുടങ്ങിയവർ സംസാരിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം വള്ളിശ്ശേരി ശാഖ അയ്യപ്പ ഭക്തർക്കായി സമഗ്ര ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. എഴുത്തച്ഛൻ സമാജം വള്ളിശ്ശേരി ശാഖ ഓഫീസിൽ നടന്ന ക്യാമ്പ് അഖില കേരള എഴുത്തച്ഛൻ സമാജം തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ ജയറാം ഉദ്ഘാടനം ചെയ്തു. വൈദ്യപരിശോധന ക്യാമ്പിന്റെ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഇവിടെ ഒരു വലിയ പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല. ഔപചാരികമായിട്ട് ഒരു ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള ഒരു ദൗത്യം മാത്രമാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ശബരിമല ഭക്തന്മാരുടെ ഒരു വലിയ നിര തന്നെ രാജേഷ് അടക്കമുള്ള ഇതിന്റെ പ്രവർത്തകർ തന്നെ ഒരു വലിയ കൂട്ടം ആളുകൾ അയ്യപ്പ ഭക്തന്മാരാണ്. അടുത്ത ദിവസങ്ങളിൽ മല ചവിട്ടാനുള്ളവരാണ്. ജയകൃഷ്ണൻ ടി വേപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. രാജേഷ് അവിടിശ്ശേരി, നിത്യ ജയരാജൻ, VS ശാന്താകുമാരി, വിപിന ചന്ദ്രൻ, ബീന ലക്ഷ്മണകുമാർ, ദിലീപ് എടത്തേടത്ത, വിഷ്ണു രവി, തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അരുൺ എന്നിവർ സംസാരിച്ചു. 10 വർഷത്തിലേറെയായി അയ്യപ്പ ഭക്തർക്കായി ക്യാമ്പ് നടത്തിവരുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്തെ കൊച്ചി
രാജ്യ പ്രജാമണ്ഡലത്തിന്റെ മുഖപത്രമായ ദീനബന്ധുവിന്റെ സ്മരണയ്ക്കായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഡെവലപ്മെന്റ് കമ്മീഷണർ ഹാൻഡിക്രാഫ്റ്റിന്റെ സഹകരണത്തോടെ വനിതകൾക്ക് കരകൗശല വസ്തു നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു. ചേർപ്പ് വുഡൻ ടോയ്സിൽ 50 സ്ത്രീകളാണ് പരിശീലനം നേടിയത്. 20 തരം കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണ പരിശീലനം നൽകിയതായി അധികൃതർ അറിയിച്ചു. കരകൗശല വിദഗ്ധൻ വിജയൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് പരിശീലനം. ഇതിന്റെ കീഴിലാണ് ഈ ട്രെയിനിങ് സെന്റർ തുടങ്ങിയിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത് 2 മാസത്തേക്കാണ് ട്രെയിനിങ് പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ഈ ടോയ്സ് ഉൽപ്പന്നങ്ങളാണ്, മരം കൊണ്ടുള്ള ടോയ്സാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഒരു 20 മോഡലോളം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലൊരു 20 മോഡലും കൂടിയും വരും. അതിൽ ഇത്തിരി കഥകളി, വഞ്ചി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ വരും. പിന്നെ 30 പേരാണ് ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. എല്ലാം സ്ത്രീകളാണ്. എല്ലാ വയസ്സായാലും കല്യാണം കഴിഞ്ഞ പ്രായമായിട്ടുള്ളവരൊക്കെയാണ് ചെയ്യുന്നത്. അവർ കുഴപ്പമില്ല, അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പരിപാടികൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോലീസിൻ്റെ കട്ടായി വരുന്നുണ്ട് ആദ്യ പകുതി. ഇനി 2ാം പകുതി ഇപ്പോൾ 20 ദിവസമായിട്ടുണ്ട്. 2ാം പകുതി അടുത്ത ദിവസങ്ങളിൽ തുടങ്ങും. അടുത്ത മോഡലുകൾ തുടങ്ങും. വല്ലച്ചിറ ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മണ്ഡലകാലത്തോടനുബന്ധിച്ച് ശീവേലിക്ക് തുടക്കം. വൃശ്ചികം 1 മുതൽ ധനു 10 വരെയാണ് ക്ഷേത്രത്തിൽ മണ്ഡലകാലാചരണം. വൃശ്ചികം 1-ന് രാവിലെ 7 മണിയോടെ ആദ്യ ശീവേലിക്കായി ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. 100 കണക്കിന് ഭക്തർ ശീവേലിയിൽ പങ്കെടുത്തു. ഉഷശീവേലി, ഉച്ചശീവേലി, അത്താഴ ശീവേലി എന്നിങ്ങനെ 40 ദിവസവും 3 നേരം ശീവേലി നടക്കും. മണ്ഡലകാലം സമാപന ദിവസം 10ാം ഉദയം വിശേഷാൽ ചടങ്ങുകളോടെ നടക്കും. CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AB ജയപ്രകാശിന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ CPI ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം CPI തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് മണ്ഡലം കമ്മിറ്റി അംഗം ഉല്ലാസ് കണ്ണോളി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ചേർപ്പ് മണ്ഡലം സെക്രട്ടറി PV അശോകൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KK ജോബി, TB ഷാജി എന്നിവർ സംസാരിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെയുള്ള ജന്മിമാരും അവരുടെ ഗുണ്ടകളും എല്ലാം തന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ അതിനെയെല്ലാം തന്നെ വളരെ ചങ്കൂറ്റത്തോടുകൂടി നേരിട്ടിട്ടുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഓർക്കുന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമാധാനം മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. സമാധാനത്തിന് ഭംഗം വരുത്തവരെ നേരിടാൻ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകേണ്ടി വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി അദ്ദേഹം എന്ത് തെറ്റാണ് അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിക്കാൻ ചെയ്തത്? ഒരു മഹോത്സവത്തിന് തടസ്സമുണ്ടാക്കുകയും അത് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത ഒരാൾക്കെതിരെ ഒരു പരാതി കൊടുത്തു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിക്കുക, അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുക, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വാഹനങ്ങളെല്ലാം അടിച്ചു തകർക്കുക, അതുപോലെ തന്നെ മറ്റൊരു അമ്പല കമ്പനിയുടെ ഭാരവാഹികളുടെ വീടുകളിലും ഇതുപോലെ തന്നെയുള്ള അതിക്രമങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിനെ ഞങ്ങൾ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ പേരിൽ ചോര വീണാൽ അതിനെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അങ്ങനെ ആരുടെയും മുമ്പിൽ, ആരുടെയും ഭീഷണിക്ക് മുമ്പിൽ കീഴടങ്ങി പോകുന്ന പതിവ് ഞങ്ങൾക്കില്ല. അങ്ങനെ കീഴടങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെ കീഴടങ്ങലല്ല, അതിനെ അതിക്രമങ്ങളെ ചെറുക്കുവാനുള്ള സംഘടനാ ശേഷി ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് എന്ന് ഇത്തരം ഗുണ്ടകൾ ഓർക്കുന്നതാണ്. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും എഴുത്തുകാരനുമായ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു.
ജവഹർലാൽ നെഹ്റുവിന്റെ 135-ാം ജന്മദിനാചരണത്തിന്റെ ഭാഗമായി നെഹ്റുവും ഇന്ത്യയും എന്ന വിഷയത്തിലായിരുന്നു മത്സരങ്ങൾ. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് സിസ്റ്റർ ലിസറ്റ, CT ജോസ്, VK പ്രദീപ്, പ്രോഗ്രാം കോർഡിനേറ്റർ നിസാർ കുമ്മംകണ്ടത്ത് എന്നിവർ സംസാരിച്ചു. PU രാമദാസ്, അശ്വതി വാസുദേവൻ എന്നിവർ ക്വിസ് മത്സരം നയിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സ്ഥാനം പെരിങ്ങോട്ടുകര GHSSലെ മെഹറിൻ, അഞ്ജനാദേവി ടീമും, 2ാം സ്ഥാനം പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഐഷ പി നൌഷാദ്, ആൻഡിയ എന്നിവരും, 3ാം സ്ഥാനം ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിലെ TA ശ്രിയ, ശ്യാമലി കൃഷ്ണ എന്നിവരടങ്ങിയ ടീമും കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിലെ 1ാം സ്ഥാനം പെരിങ്ങോട്ടുകര സെറാഫിക് ഗേൾസ് സ്കൂളിലെ ഷറാറ സാദ്, അൻസിന P മനോജ്, 2ാം സ്ഥാനം അന്തിക്കാട് ഹൈസ്കൂളിലെ ദേവനാരായണൻ PS, ധർമ്മിക് വേദാന്ത് PU എന്നിവരും, 3ാം സ്ഥാനം പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ ഇമ്മാനുവേൽ AP കെൽവിൻ ടീമും കരസ്ഥമാക്കി. സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, അശോകൻ TM, പോൾ പുലിക്കോട്ടിൽ, ഹരിദാസ് ചെമ്മാപ്പിള്ളി, ബെന്നി ആഞ്ഞിലപ്പടി, വിനായകൻ എന്നിവർ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ആര് ഒക്കെ ചോദ്യമാണ്. എന്റെ പ്രസംഗത്തില് ഒന്നും പ്രസംഗിക്കാറില്ലേ? അതെ, ചോദ്യം ചോദിക്കും കുട്ടികളോട്. 33 കൊല്ലം കുട്ടികളോട് ചോദ്യം ചോദിക്കും, കുട്ടികൾ ഉത്തരം പറയുന്നത് എന്റെ പണി. അപ്പൊ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ പേര് ആൻഡോ തൊറയനോട് ചോദിച്ചിട്ട് ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഞാൻ പറയുന്നതിനെ പറ്റി നിങ്ങൾ അവരിൽ ചിലപ്പോൾ വർത്തമാനം പറയും. അപ്പോ എന്തുണ്ടാവും വെച്ചാൽ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മാനം കിട്ടില്ല. ഇതാണ് കാര്യം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, വളരെയധികം പേര് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളവരുണ്ട്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നിരവധി പേര് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരുന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യ സമര സേനാനികളെ എല്ലാവരെയും കൂടി നമ്മൾ ഒന്നിച്ചിങ്ങനെ പിടിക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെയും നമ്മൾ കൂടെ പിടിച്ചു നിർത്തണം. അവരിൽ നിന്ന് നെഹ്റുവിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? നെഹ്റുവിന് എന്തെങ്കിലും സവിശേഷതകളുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് പേരില്ലേ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ? അതിൽ നിന്ന് നെഹ്റുവിനെ വേർതിരിച്ചു നിർത്തുന്നത് എന്താണ്? ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുള്ള പ്രധാനമന്ത്രിമാരിൽ നിന്ന് നെഹ്റുവിനെ വേർതിരിച്ചു നിർത്തുന്നത് എന്താണ്? അതാണ് നിങ്ങൾ പറയേണ്ടത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതും അതാണ്, നിങ്ങൾ ആലോചിക്കുന്നതും അതാണ്. EPOS മെഷീൻ മുഖേന മസ്റ്ററിംഗ് നടത്താൻ സാധിക്കാത്ത ചേർപ്പ്, വല്ലച്ചിറ, പാറളം പഞ്ചായത്തുകളിലെ AAY PHH കാർഡ് അംഗങ്ങൾക്ക് ഐറിസ് സ്കാനർ മുഖേന മസ്റ്ററിംഗ് നടത്തുന്നതിന് അവസരം. ഈ മാസം 18-ന് തിങ്കളാഴ്ച രാവിലെ 10:30 മുതൽ വൈകിട്ട് 3:30 വരെ ക്യാമ്പ് നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6,935 രൂപ, പവന് 55,480 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആറാട്ടുപുഴ ഞെരുവിശ്ശേരിയിൽ വാഹനാപകടം, 4 പേർക്ക് പരിക്ക്. എട്ടുമന ഗ്രാമീണ വായനശാല വനിതാവേദി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം വാർഡംഗം ജയപ്രതാപൻ നിർവഹിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം വള്ളിശ്ശേരി ശാഖ അയ്യപ്പ ഭക്തർക്കായി സമഗ്ര ആരോഗ്യ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK ജയറാം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ
സർക്കാർ സ്ഥാപനമായ ഡെവലപ്മെന്റ് കമ്മീഷണർ ഹാൻഡിക്രാഫ്റ്റിന്റെ സഹകരണത്തോടെ വനിതകൾക്ക് കരകൗശല വസ്തു നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു. ചേർപ്പ് വുഡൻ ടോയ്സിൽ 50 സ്ത്രീകളാണ് പരിശീലനം നേടിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.